ഹായ്. കഴിഞ്ഞ 20 ദിവസമായിട്ട് നമ്മളൊരു ഡെയിലി ചലഞ്ച് ചെയ്യുമായിരുന്നു. കറക്റ്റ് രാവിലെ 5:15 എഴുന്നേൽക്കുക. അതുപോലെ തന്നെ ഫാം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്തിട്ട് അവിടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്. കഴിഞ്ഞ 20 ദിവസമായിട്ട് ഇത് സക്സസ്ഫുള്ളി നമുക്കിപ്പം റൺ ചെയ്ത് പോകാൻ പറ്റി. ഇപ്പം എനിക്കറിയാം, ഓക്കെ, ഞാനിത് എല്ലാ ദിവസവും വന്നിരുന്ന് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അത് ചെയ്തു, ഇത് ചെയ്തു, 5:15 എഴുന്നേറ്റു, അല്ലെങ്കിൽ ഫാമിൽ പോയിട്ട് ഇത് ചെയ്തു എന്നുള്ളത്. ഫാമിൽ ആക്ച്വലി എന്താണ് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവിടുത്തെ പണികൾ ഒട്ടുമിക്കതും ചെയ്യുന്നത് ഞാനും പിന്നെ ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇതിന്റെ കൂടെ നിന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മീൻസ് അതെനിക്ക് ഓൾറെഡി അവിടുത്തെ വർക്ക് എനിക്ക് കുറച്ച് ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ അതിന്റെ കൂടെ ഈ ഒരു വീഡിയോ എടുക്കുന്ന പരിപാടി നടക്കൂല. അതാണ് പിന്നെ ആക്ച്വലി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് ഞാൻ വന്നിരുന്ന് ഈ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പം ആക്ച്വലി ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കറിയാം ഞാൻ ഈ ലാസ്റ്റ് 19 ദിവസം, ഇപ്പൊ ഇന്ന് 20ാമത്തെ ദിവസമാണ്, ഈ 19 ദിവസത്തെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ കടന്നു പോയിട്ടുള്ള ഇമോഷൻസും അല്ലെങ്കിൽ ഞാൻ അവിടെ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും എനിക്കിത് കാണുമ്പോഴത്തേക്കും എനിക്കൊരു ഐഡിയ കിട്ടും. ഇപ്പൊ ഞാൻ ഡയറിയിൽ എഴുതുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ച് ക്ലാരിറ്റി ഇത് കാണുമ്പോഴത്തേക്കും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് ഡോക്യുമെന്റ് ചെയ്ത് പോകുന്നത്. ഇപ്പം എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഓക്കെ, ഞാൻ ഇന്ന സമയത്ത് എന്റെ ഇമോഷൻസ് ഇതായിരുന്നു, മീൻസ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയത് എന്നുള്ളത് എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതാണ് ഞാൻ ഈ ഒരു ഡോക്യുമെന്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫാമിലി നടക്കുന്ന വർക്ക്സ് എനിക്ക് കാണിക്കണമെന്നുണ്ട്. പക്ഷെ അതെനിക്ക് കുറച്ചും കൂടെ, ഞാനിപ്പോ അവിടെ ഒരു ബേസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അവിടെ കുറച്ച് അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് റെഡിയാക്കിയിട്ട് ബാക്കി നമുക്ക് ഇപ്പം എന്താ അവിടുത്തെ പരിപാടികൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിലോട്ട് പോകാമെന്നാണ് ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ഫ്ലോയിൽ നമുക്ക് ഇപ്പൊ ആക്ച്വലി ഒരു ചെറിയൊരു ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 20 ദിവസമായിട്ട് കറക്റ്റ് 5:15 എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് എനിക്ക് എന്താ പേഴ്സണലി ഒരു ഭയങ്കര ഒരു ഇതാണ് കാര്യം. ഒരു കാര്യം കറക്റ്റ് ഒരു 20 ദിവസം എനിക്ക് അറ്റ്ലീസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പരിപാടി. വരുന്ന ദിവസങ്ങളിൽ ഞാൻ കുറച്ചും കൂടി ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഒന്ന് ടൈം കിട്ടും. അതാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ 20ാമത്തെ ദിവസം. ഈ 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചലഞ്ച് ചെയ്തതിൽ ഉണ്ടായ ഒരു ഇത്. വരുന്ന ദിവസങ്ങളിലും ഇതേ പവറിൽ ഇതേ ഫോഴ്സിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇനി ഒരു 10 ദിവസം, മീൻസ് 30 ദിവസമാണ് ഞാൻ ഈ ചലഞ്ചായിട്ട് വെച്ചിരുന്നതെങ്കിലും ബാക്കിയുള്ള ദിവസം ഇത് കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. മീൻസ് അതാണ് എന്റെ ആവശ്യം. ഇപ്പൊ ഒരു രാവിലെ എണീക്കുന്നതിന് ഒരു റുട്ടീൻ വെക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. അതിപ്പം അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ പരിപാടി. ഫാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ബൈ.